എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. ശരി ശരി കമ്മിക്കോ, എന്താ പ്രശ്നം? എന്റെ പേര് ഗഫൂർ, എനിക്കൊരു ഡൈവേഴ്സ് വേണം. വെരി ഗുഡ്, ഇരിക്കൂ ഇരിക്കൂ. ഞാൻ കല്യാണരാമൻ. ഡൈവോഴ്സ് കേസിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഏത് തകരാത്ത ബന്ധവും ഞാൻ തകർത്ത് കയ്യിൽ തരും. അതാണ് ഈ വക്കീൽ കല്യാണരാമൻ. ഇതിപ്പം ഏകദേശം തകർച്ചയുടെ വക്കിലെത്തിയ ബന്ധമാണ്. ഓഹോ, അങ്ങനെയെങ്കിൽ എന്റെ പണി പകുതി കുറഞ്ഞു. ഫീസിൽ ഒരു 25% ഡിസ്കൗണ്ടും തരാം. സന്തോഷം. എങ്ങനെയെങ്കിലും ആ മാരണത്തെ എന്റെ തലേന്ന് ഊരി തന്നാ മതി. അക്കാര്യം ഞാൻ ഏറ്റു. എന്താണ് പ്രശ്നം? പരപുരുഷ ബന്ധം, ദേഹോപദ്രവം, സ്വഭാവദൂഷ്യം, എന്താണെങ്കിലും പറഞ്ഞോളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ കാത്തിരുന്ന ഒരു അവസരം വന്നു. അത് നിറവേറ്റിയതിൽ പ്രതിഷേധിച്ചാണ് അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അത്രയ്ക്ക് ധിക്കാരിയാണോ നിങ്ങളുടെ ഭാര്യ? നിങ്ങൾക്ക് ഡൈവോഴ്സ് എപ്പോ കിട്ടിയെന്ന് ചോദിച്ചാ പോരെ? ഭർത്താവിന്റെ കേവലം ഒരു ആഗ്രഹം വരെ സാധിച്ചു തരാത്ത അവള് ഒരു മൂദേവിയാണെന്ന് ഞാനങ്ങ് വാദിക്കും കോടതിയില്. വക്കീലിനെ കണ്ടപ്പോണ് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്റെ വക്കീൽ സാറേ, അതെന്റെ ജീവിതാഭിലാഷമായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാൾ കാത്തിരുന്നത് തന്നെ അതിനു വേണ്ടിയായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ദിവസം എന്റെ ആഗ്രഹം സഫലീകരിക്കാനുള്ള ദിവസം വന്നു. അങ്ങനെ നമ്മളത് സഫലീകരിച്ചു. അത് അവൾക്ക് ഇഷ്ടായില്ല. മതി, ഇത്ര കേട്ടാ മതി. എനിക്ക് വാദിക്കാനുള്ള കംപ്ലീറ്റ് പോയിന്റ്സും ഇതിലുണ്ട്. നിങ്ങളുടെ ഡൈവേഴ്സ് നടത്തി തന്ന് നിങ്ങളെ കൊണ്ട് വേറെ പെണ്ണും കെട്ടിച്ച് എനിക്കിനി വിശ്രമമുള്ളൂ. നിങ്ങൾക്ക് കല്യാണ ബ്യൂറോ ഉണ്ടോ? എനിക്കല്ലടോ, എന്റെ അനിയനൊരുത്തനുണ്ട്. അവനൊരു കല്യാണ ബ്രോക്കറാ. സന്തോഷായി. സാറിന് പുണ്യം കിട്ടും. പുണ്യം മാത്രം പോരാ, അതിന്റെ കൂടെ ഫീസും ഒരു കവറിലിട്ട് ഗുമസ്തന് ഏൽപ്പിച്ചേക്കണം. അതൊക്കെ ഓക്കെ. പിന്നെ ആകെ ഒരു സന്തോഷം, എന്റെ ആഗ്രഹം സഫലീകരിച്ചിട്ടാണ് ഈ വിവാഹം എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെ ആഗ്രഹം, ജീവിതാഭിലാഷം എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തായിരുന്നു ആഗ്രഹം എന്ന് ഇതേവരെ പറഞ്ഞില്ലല്ലോ. തിരക്കിനിടയിൽ അത് പറയാൻ വിട്ടുപോയി. സാറേ, കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് അവളെ മോന്തക്കുറ്റിക്കൊട്ടൊന്ന് പൊട്ടിക്കണമെന്ന്. വെറുതെ കയറി അങ്ങ് പൊട്ടിച്ച അതിന്റെ ഭവിഷ്യത്തോർത്ത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു അവസരം വന്നത്. എന്തവസരം? ഒരു ദിവസം അവളുടെ കവളത്തൊരു കൊതുക്. ആ കൊതുകിനെ കൊല്ലാനെന്ന പേരിൽ ഞാൻ ഒരൊറ്റ ഒന്നങ്ങ് പൊട്ടിച്ചെടുത്തു. അങ്ങനെ ഞാൻ എന്റെ ആഗ്രഹം സാധിച്ചു. ഒരു വല്ലാത്ത അനുഭൂതി തന്നെ ആയിരുന്നു വക്കീലേ അത്.